നമുക്കിന്നൊരു നെയ്ച്ചോറ് റെസിപ്പി ആയാലോ. ചൂടായ പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കശുവണ്ടി, മുന്തിരി, സവാള എന്നിവ വറുത്ത് മാറ്റി വെക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള അരി കഴുകി കുറച്ച് സമയം വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ശേഷം അതേ പാനിലേക്ക് മസാലകളെല്ലാം ഒന്ന് മൂപ്പിച്ച് നമ്മൾ നേരത്തെ കഴുകി വാരി മാറ്റി വെച്ചിട്ടുള്ള അരിയുമിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നതാണ് ഇതിൻ്റെ കണക്ക്. റോസ്റ്റ് ചെയ്ത അരിയുടെ അകത്തേക്ക് നമ്മൾ അളവിന് ചൂടാക്കി വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കണം. അങ്ങനെ അരിയൊക്കെ വെന്ത് സെറ്റായി കഴിയുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കശുവണ്ടി, മുന്തിരി, സവാള, അതുപോലെ തന്നെ മല്ലിയില, പുതിനയിലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കണം. നെയ്ച്ചോറിന് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് മഞ്ഞപ്പൊടി ചെറുതായിട്ടൊന്ന് കലക്കി പുറത്ത് തളിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണിത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക്